നമ്മുടെ ജീവിതം ഒരു വലിയ കപ്പലാണെന്ന് സങ്കല്പിക്കാം. ഒരു കപ്പിത്താൻ വേണം, അല്ലെ ഒരു ക്യാപ്റ്റൻ വേണം. അതാണ് നിങ്ങളുടെ ബോധ മനസ്സ് എന്നൊന്ന് സങ്കല്പിക്കുക. അവിടെ നമ്മുടെ കപ്പലിന്റെ ബ്രിഡ്ജിൽ ഇരുന്നു കൊണ്ട് കപ്പിത്താൻ പറയണം, വലത്തോട്ട് തിരിയൂ, ഇടത്തോട്ട് തിരിയൂ, വേഗം കൂട്ടൂ, മുന്നോട്ട് പോകൂ എന്ന് ബ്രിഡ്ജിലിരുന്ന് കപ്പിത്താൻ പറയുന്ന പോലെ ആ കപ്പൽ സഞ്ചരിക്കുന്നു, അല്ലേ? ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ കപ്പൽ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? ഈ സ്പീഡ് കൂട്ടൂ എന്ന് പറയുമ്പോൾ സ്പീഡ് കൂട്ടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം? അല്ലെങ്കിൽ വലത്തോട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ വലത്തോട്ട് കപ്പലിനെ തിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അങ്ങനെ നിങ്ങൾ കപ്പലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വണ്ടി ഓടിക്കുന്ന പോലെ അല്ല കപ്പലെന്നും, ഡ്രൈവർ വീല് തിരിക്കുന്ന പോലെ തിരിച്ചിട്ട് കപ്പലിന് തിരിക്കാൻ പറ്റില്ല എന്നും നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരിക്കും, എങ്കിൽ കുറച്ച് ഗഹനമായിട്ടുള്ള കപ്പലിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കപ്പിത്താൻ പറയുന്ന പോലെ പിടിച്ച് തിരിക്കുന്ന സാധനമല്ല അത്. അതിന് പകരം അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ അതിനൊരു എഞ്ചിൻ റൂമുണ്ട്. ആ എഞ്ചിൻ റൂമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ തിരിക്കുന്നതൊക്കെ. അത് കപ്പിത്താൻ പറയുന്ന വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അകത്തിരിക്കുന്ന ആ വ്യക്തികളാണ് കപ്പലിനെ തിരിക്കുന്നത്. അവർക്ക് നിയന്ത്രണമില്ല, പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി. അവർ കപ്പിത്താൻ മുകളിൽ നിന്ന് നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളെ അതുപോലെ അനുസരിക്കുക മാത്രമാണ് അവരുടെ ജോലി. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കേണ്ടത്. ഈ അകത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തർമനസ്, ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോധ മനസ്സ് ഇപ്പോൾ നമ്മൾ പറയുന്ന, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ബോധ മനസ്സുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ ഈ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ലോകത്തെ പല കാര്യങ്ങളിൽ പോകുന്നു, പല ചർച്ചകൾ ചെയ്യുന്നു, പല കാര്യങ്ങളെ പഠിക്കുന്നു, എന്നെ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ എവിടേക്കോ, അല്ലേ, ആട് മേയ്ക്കാൻ പോകുന്നുണ്ട് എന്നുള്ള സത്യമല്ലേ? അതാണ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോ ഉപബോധ മനസ്സ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് യാതൊരു തരത്തിലും അവർക്ക് ബോധമില്ല. അവർക്ക് കടൽ ശാന്തമാണെന്നോ കൊടുങ്കാറ്റാണെന്നോ ഒന്നും തിരിച്ചറിയാനുള്ള വഴികളൊന്നും അവർക്കില്ല. അവർക്ക് ഒറ്റ കാര്യം മാത്രമേ അറിയുള്ളൂ: ക്യാപ്റ്റൻ പറയുന്നത് അങ്ങ് നടപ്പിലാക്കുക. ഇത് മാത്രമാണ് അവരുടെ ഏക ഉത്തരവാദിത്വം. അതുപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ യാതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. നമ്മുടെ ബോധ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ ആയി അവിടെ എടുക്കുക. കാരണം നമ്മൾ ഇരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബോധ മനസ്സ് ആണ് എന്നുള്ളത്. അവിടെയാണ് പലർക്കും പിഴവ് സംഭവിക്കുന്നത്. എവിടെ? ഈ അകത്തളത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളിലാണ്. അവരെല്ലാം രാവിലെ എഴുന്നേറ്റ് ഉടനെ എന്തായിരിക്കും സ്വയം പറയുക? ഇല്ല, എന്റെ കയ്യിൽ പണമില്ല, ഒരു വഴിയുമില്ല, ഇന്ന് എങ്ങനെയാണോ ജീവിക്കേണ്ടത്. ഈ വിലക്കയറ്റം കൊണ്ടല്ലേ, ഇപ്പൊ പിന്നെ വിലക്കയറ്റം കയറുകയാണ്. ഗ്യാസ് കിട്ടാനില്ല, അത് കിട്ടാനില്ല, ഇത് കിട്ടാനില്ല, ഞങ്ങൾക്ക് എല്ലാം വിഷയങ്ങൾ തന്നെയാണ്. വിലക്കയറ്റം ആകെ തകർക്കുകയാണ്. ലോകം ഒന്നും ശരിയല്ല, എനിക്കൊരിക്കലും കാശുകാരനാവാൻ പറ്റില്ല. ഇല്ലേ? ഇതൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരല്ലേ എന്റെ മുമ്പിൽ ഇരിക്കണം നിങ്ങളെല്ലാവരും? ആണല്ലോ. എസ് ഓർ നോ ടൈപ്പ് ചെയ്ത പെട്ടെന്ന്. പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറ, നോ പറ, പറഞ്ഞെങ്കിൽ പറഞ്ഞു എന്ന് പറ, നോക്കട്ടെ. പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? അപ്പൊ താഴോട്ട് നിങ്ങൾ കൊടുത്ത സിഗ്നൽ എന്താണ്? ഇത്രയും സമയം താഴോട്ട് നിങ്ങൾ കൊടുത്തത് എന്തായിരുന്നു? ഇല്ല, അല്ല, പറ്റില്ല, കിട്ടിയില്ല, അയ്യോ, വന്നില്ലല്ലോ, തന്നില്ലല്ലോ, പണക്കാരനായി, ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് ഈ നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്, ഒരിക്കലും പണക്കാരനാവാൻ ശ്രമിക്കില്ല. അപ്പോൾ അകത്തുനിന്ന് തിരിക്കുന്ന ആൾ എന്താ ചെയ്യുക? ഇതനുസരിച്ച് അങ്ങ് തിരിച്ചോളൂ. ഇങ്ങനെ പറയുന്ന ഓരോ വാക്കും നമ്മളുടെ ഉപബോധ മനസ്സ് ഉത്തരവായി സ്വീകരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? തിരിച്ചൊരു ചോദ്യമില്ല, അങ്ങോട്ടൊരു സിഗ്നലില്ല. ഇത് ശരിയാണോ തമാശയാണോ എന്നൊന്നും അത് തിരിച്ചറിയാനുള്ള യാതൊരു കപ്പാസിറ്റിയും അതിലില്ല. അത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: ഓക്കെ ക്യാപ്റ്റൻ, ഐ വിൽ ഡു ഇറ്റ്. ശരി ക്യാപ്റ്റൻ, ഞാനത് ചെയ്തേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പണം, എന്റെ കയ്യിൽ കാശില്ല. ശരി ക്യാപ്റ്റൻ, എന്റെ കയ്യിൽ കാശില്ല. ഇത്രയേ ഉള്ളൂ. ക്ലിയർ. ഇവിടെ വിലക്കയറ്റാണ്. ശരി ക്യാപ്റ്റൻ, വിലക്കയറ്റമാണ്, അല്ലേ? ഞാൻ ഒരിക്കലും നന്നാവാനുള്ള പരിപാടി. ഇത്ര ആൾ പറയുന്നത്, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. എത്ര ആൾ പറയുന്നു, എനിക്ക് നന്നാവാനേ പറ്റുന്നില്ലെന്നേ. നീ നന്നാവണ്ട, നീ നന്നാവാൻ ഉദ്ദേശമേ ഇല്ല. ഇവിടെ നന്നാവാൻ ഉദ്ദേശിച്ച എത്ര പേരുണ്ട് നോക്കട്ടെ, എത്ര പേരുണ്ട്? മനസ്സിലാക്കേണ്ട കാര്യം, അവർ പണമില്ലാത്ത അവസ്ഥ, പണമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ആ ഉപബോധ മനസ്സ്
പണമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. ഒരു സംശയം വേണ്ട, അങ്ങ് സൃഷ്ടിച്ചു തന്നു. എല്ലായിടത്തും അത് എത്തുക തന്നെ ചെയ്യും. രണ്ടാം, കടങ്ങൾ, എനിക്ക് കടമായിട്ടൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് കടം പോരട്ടെ, കടം പോരട്ടെ, കടം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഉപബോധ മനസ്സിന് നല്ലതും ചീത്തയും വേർതിരിക്കാനാവില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ വിതയ്ക്കുന്നത് എന്താണോ അത് വളർത്തി നിങ്ങൾക്ക് തിരിച്ചു നൽകും.